അങ്ങനെ പുതിയൊരു വർഷം നമ്മിലേക്ക് കടന്നു വന്നിരിക്കുകയാണല്ലേ. പരിശുദ്ധ മുഹറത്തിലെ ആദ്യത്തെ ദിവസം. ഈ പരിശുദ്ധ മുഹറം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ നമ്മൾ പതിവാക്കേണ്ട 2 അത്ഭുത മന്ത്രങ്ങളുണ്ട് ജീവിതത്തിലെ മുഴുവൻ പ്രശ്നങ്ങളും നീങ്ങാൻ. എന്തിനേറെ ഈ ഒരു വർഷം നമുക്ക് അപകടങ്ങളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്ന്, ഇടങ്ങേറുകളിൽ നിന്ന്, അതുപോലെ തന്നെ കടത്തിൽ നിന്ന്, ഇതിൽ നിന്നൊക്കെ മോചനം ലഭിക്കാൻ. മക്കളില്ല എന്ന സങ്കടം പറയുന്നവരുണ്ട്, മാരക രോഗങ്ങളാണെന്ന് പറഞ്ഞവരുണ്ട്, വിവാഹപ്രായത്തിയിട്ട് വിവാഹം നടക്കുന്നില്ല എന്ന് പറഞ്ഞവരുണ്ട്. എന്ത് വിഷയമായിക്കോട്ടെ അതൊക്കെ എളുപ്പത്തിൽ, വളരെ വളരെ എളുപ്പത്തിൽ അള്ളാഹു നടത്തിത്തരാൻ ഈ 2 അത്ഭുത മന്ത്രങ്ങൾ ഇന്ന് തന്നെ ഞാൻ ഈ പറയുന്ന സമയത്ത് പറയുന്ന എണ്ണത്തിലൊന്ന് ചൊല്ലിത്തുടങ്ങിക്കോ. ലൈഫ് കളറാകും. പുതുവർഷം അള്ളാഹുവിന് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുന്ന ഒരു പുതുവർഷമായി മാറും. ആസ്വദിക്കണ്ടേ? അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. 5000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. ഉസ്താദെ, കഴിഞ്ഞ ദിവസം ഞങ്ങൾ ബിസ്മി എഴുതാൻ മറന്നുപോയി, എന്ത് ചെയ്യും എന്ന് ചോദിച്ച ആളുകളുണ്ട്. അള്ളാഹു റബ്ബുൽ ആലമീൻ എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകട്ടെ. അപ്പോൾ കൃത്യമായി ഉത്തരം എഴുതുക. നാമുമായി ബന്ധപ്പെട്ടവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അള്ളാഹു തയ്യാറാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞ്. ഇത് ഇക്കൊല്ലത്തെ സ്വബാഹുൽ ഖൈറിലെ ഇക്കൊല്ലത്തെ ആദ്യത്തെ സ്വബാഹുൽ ഖൈറിലെ പുഞ്ചിരിയാണ്. ചിരിച്ചുകൊണ്ട് തന്നെ പറയണം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് മനോഹരമായൊരു പുതുവർഷം അവൻ്റെ കാരുണ്യം കൊണ്ട് അള്ളാഹു നമുക്ക് സമ്മാനിക്കുമാറാകട്ടെ. ഹാപ്പിയല്ലേ എല്ലാവരും? അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ഒരു തരത്തിൽ പറഞ്ഞാൽ എന്ത് ഹാപ്പിനെസ്സാണ് ഉള്ളത്? ഹാപ്പി എന്ന് പറയണമെങ്കിൽ ഈ കഴിഞ്ഞ വർഷങ്ങളൊക്കെ പടച്ചോൻ്റെ തൃപ്തിക്കനുസരിച്ച് ജീവിച്ച ആളുകളായിരിക്കണം നമ്മൾ. അങ്ങനെയാണോ? ഒരു പ്രതീക്ഷയിൽ പറയാം അല്ലേ? ഹാപ്പി ന്യൂ ഇയർ. പടച്ചോൻ നമുക്ക് സന്തോഷം നിറഞ്ഞ ഒരു പുതുവർഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. അപ്പോൾ ബിസ്മി ഇന്നലെ എഴുതാൻ പറ്റാതെ ആശങ്കപ്പെട്ടിരിക്കുന്ന ആളുകളുണ്ട്. ടെൻഷൻ അടിക്കണ്ട, ഇന്ന് നിങ്ങൾക്ക് സമയമുണ്ട് കേട്ടോ. ഇന്നലെ എഴുതാൻ പറ്റാത്തവർ മനസ്സറിഞ്ഞ് തൃപ്തിയോടുകൂടി ഇന്ന് എഴുതിക്കോ. ഏറ്റവും നല്ലത് ഒരു ലുഹറിന് മുമ്പായിട്ട് തീർക്കാൻ പറ്റിയാൽ വളരെ നല്ലത്. ഇല്ല, ഞങ്ങൾ ഇത്തിരി തിരക്കിൽ പെട്ടുപോകും, ഓക്കെ, മഗ്‌രിബിന് മുമ്പ് എഴുതി തീർത്താൽ മതി കേട്ടോ. അപ്പോൾ എന്തായാലും എഴുതാൻ മറക്കരുത്. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. നമുക്ക് ഏറെ പരിചിതമായ ഒരു സൂറത്താണ് വൽ ആസുർ, ഇല്ലേ? സൂറത്തുൽ ആസുർ. വൽ ആസുർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. കാലം തന്നെ സത്യം, മനുഷ്യൻ തോറ്റുപോയി, പരാജയപ്പെട്ടുപോയി. എന്തേ കാരണം? സമയത്തെ പരിഗണിച്ചില്ല. പടച്ചോൻ ഇങ്ങനെ സമയമൊക്കെ തന്നിട്ടും അവനതിനെ മൈൻഡ് ചെയ്യുന്നില്ല എന്നേ, ടൈം വേസ്റ്റാക്കി കളയാൻ. അപ്പോൾ നമുക്ക് ഈ ഒരു പുതുവർഷത്തിൽ കൃത്യമായ പ്ലാനിങ് വേണം. ഞാൻ ഇന്നു മുതൽ തഹജ്ജുദ് മുടക്കൂല. ഞാൻ സ്വബാഹുൽ ഖൈർ എന്തെല്ലാം തിരക്കുണ്ടെങ്കിലും, കഴിഞ്ഞ കൊല്ലങ്ങൾ ഇതേ ഡയലോഗൊക്കെ അടിച്ചതാണ് എന്നോട്, തള്ളരുത്, ഉറച്ചു പറയാം. എന്തെല്ലാം തിരക്കുണ്ടെങ്കിലും സ്വബാഹുൽ ഖൈർ എൻ്റെ ലൈഫിൽ ഞാൻ മിസ് ചെയ്യൂല. സ്വബാഹുൽ ഖൈർ മറ്റൊരാളിലേക്ക് ഷെയർ ചെയ്യാതെ ഒരു ദിവസം കടന്നു പോകില്ല. അതുപോലെ തന്നെ ഇനിയിപ്പോൾ മെൻസ്ട്രേറ്റഡ് ആണെങ്കിലും സുബഹിക്ക് ശേഷം ഞാൻ ഉറങ്ങൂല. ഇല്ലേ? സുബഹി നിസ്കാരം ഇല്ലാത്ത സമയത്താണെങ്കിൽ പോലും വലിയ വേദനയൊക്കെ ഉണ്ടെങ്കിൽ കിടക്കാം എന്നല്ലാതെ ഞാൻ കിടന്നുറങ്ങൂല. അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ എല്ലാ ദിവസവും ഞാൻ ഹദ്ദാദ് പതിവാക്കും. ഹദ്ദാദ് ഒരു വീട്ടിലുണ്ടെങ്കിൽ പിന്നെ കാവലിന് അതുപോലെ എല്ലാ ശൈത്വാനീയത്തിൽ നിന്നും, മനുഷ്യൻ്റെയും ജിന്നിൻ്റെയും ഒക്കെ ഉപദ്രവത്തിൽ നിന്നും ഹദ്ദാദ് കാവലാണ്. അതുപോലെ തന്നെ ഇനി വരുന്ന എല്ലാ വെള്ളിയാഴ്ചകളിലും ഇൻഷാ അള്ളാഹ് ഞാൻ കഹ്ഫോതും, ഉറപ്പാണ്. അതുപോലെ തന്നെ മാസത്തിൽ ഒരിക്കലെങ്കിലും അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ഒരു ഔലിയാക്കളുടെ അടുക്കൽ പോയി ഞാൻ സിയാറത്ത് ചെയ്യും. അതിനൊരുപാട് ദൂരെയൊന്നും പോകണം, നമ്മൾ പരിഗണിക്കാതെ പോകരുത്. ഇപ്പോൾ സ്വാലിഹ്യങ്ങളൊക്കെ പറയുന്നത് കാണാം, നിങ്ങളിപ്പോൾ ഇടക്കിടക്ക് മടവൂര് വന്നിട്ടുണ്ട്, മമ്പുറത്ത് വന്നിട്ടുണ്ട്, പലപ്പോഴും അത് പരിഗണിക്കപ്പെടില്ല. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? നിങ്ങളുടെ നാട്ടിൽ, നിങ്ങളുടെ പള്ളിയിൽ ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു മഹാൻ മറവിട്ട് കിടക്കുന്നുണ്ടാവും. നിങ്ങൾ അങ്ങോട്ട് സിയാറത്തിന് പോവുന്നില്ല, നിങ്ങൾ ദൂരെയുള്ള സ്ഥലത്ത് മാത്രമേ പോവുള്ളൂ. അങ്ങനെയല്ല, അതൊരു മര്യാദകേടാണ്. ശരിക്കും അതൊരു മര്യാദകേടായിട്ട് സ്വാലിഹ്യങ്ങൾ പറയാറുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം പോകേണ്ടത് നിങ്ങളുടെ നാട്ടിൽ മറവിട്ട് കിടക്കുന്ന ആ വലിയൻ്റെ അടുക്കാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ പോയി സിയാറത്ത് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? മടവൂർക്ക് പോവുക. അവിടെ പരിഗണിക്കാതെ മടവൂർ പോയി കഴിഞ്ഞാൽ അള്ളാൻ്റെ ഔലിയാക്കൾ തമ്മിൽ ബന്ധം ഉണ്ടാവൂലേ? അപ്പോൾ ആ ബന്ധം കൊണ്ട് തന്നെ നമ്മുടെ പോക്കിന് പോലും അർത്ഥമില്ലാതായി പോകും. അപ്പോൾ മാസത്തിൽ ഒരിക്കലെങ്കിലും ഞാൻ അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ഒരു വലിയൻ്റെ ഹദറത്തിൽ ചെന്ന് അവിടെ സിയാറത്ത് ചെയ്യും. എന്നിട്ട് മനസ്സറിഞ്ഞ റബ്ബേ, ഈ ഔലിയാക്കളൊക്കെ നിന്നിലേക്ക് അടുത്തതുപോലെ എൻ്റെ കൽബ് ഒന്ന് തുറന്ന് എന്നെ വടച്ചവനെന്ന് ഞാൻ ദ്വാരക്കും, ഇല്ലേ? അതുപോലെ തന്നെ ഞാൻ
ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എന്തെങ്കിലും അള്ളാഹുവിന് വേണ്ടി ഞാൻ ഹദിയ ചെയ്യും. പ്രത്യേകിച്ചൊരു കാര്യം ഞാൻ എപ്പോഴും ഉണർത്തുന്നതാണ്, ഒരു പ്രയാസം അനുഭവിക്കുന്ന ഉസ്താദിൻ്റെ കാര്യം നമ്മൾ ഏറ്റെടുത്തതാണ് അല്ലേ. കടബാധ്യതകൾ കൊണ്ട് സ്വന്തമായിട്ടൊക്കെ വീടില്ലാത്ത ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ഉസ്താദ്മാരുടെ ശമ്പളമൊക്കെ എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലേ. അപ്പോൾ ആ ഉസ്താദിനെ നമ്മൾ സഹായിക്കാൻ നേറ്റതാണ്. അപ്പോൾ കഴിയുന്നത് പോലെ നല്ല നിലക്കൊരു ഹദിയ ഈ റിലീഫ് പദ്ധതിയിലേക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ, പ്രത്യേകിച്ച് മുഹറം ആദ്യത്തെ ദിവസം, മുഹറം ആദ്യത്തെ 10 എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനക്കുത്തരമുള്ള പരിശുദ്ധ റമദാനിനേക്കാൾ ശ്രേഷ്ഠതയുള്ള 10കളാണ് എന്ന് പോലും മഹത്തുക്കൾ പഠിപ്പിച്ച 10കളാണ്. അപ്പം നഷ്ടപ്പെടുത്തി കളയാതെ കഴിയുന്നവരൊക്കെ ഹദിയ ചെയ്യണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അതുപോലെ ഒരു നെയ്യത്തും കൂടെ വെക്കാവൂ, ഞാൻ ഇക്കൊല്ലം ഉംറക്ക് പോകും ഇൻഷാ അല്ലാഹ്. അതെങ്ങനെ ഉസ്താദ്, അങ്ങനെ നമ്മൾ നെയ്യത്ത് ചെയ്യണം എങ്ങനെയാണ്? നമ്മൾ കയ്യിൽ പൈസ വരട്ടെ ഉംറക്ക് പോകണം, അങ്ങനെയല്ല. നെയ്യത്ത് ആദ്യം ഉണ്ടാകണം, എന്നിട്ട് പരിശ്രമം ഉണ്ടാകണം. മനസ്സിലായോ? അപ്പോൾ ഉറപ്പിക്കണം, ഞാൻ ഇക്കൊല്ലം ഉംറക്ക് പോകും ഇൻഷാ അല്ലാഹ്, പൈസ പടച്ചോ കൊണ്ടുവന്ന് തരും. നമ്മുടെ നോക്കഞ്ഞപ്പോൾ ഉസ്താദ് പറഞ്ഞിട്ട് കേട്ടില്ല എന്ന് വേണ്ട, അങ്ങനെയല്ല, ഉറപ്പിക്കാം. അങ്ങനെ നല്ല നല്ല പ്രതിജ്ഞകളൊക്കെ എടുത്ത് ഈ പുതുവർഷം അങ്ങ് മനോഹരാക്കണം. പടച്ചോൻ എന്തിനാ ഈ അവസരമൊക്കെ നമുക്ക് തരുന്നത്? ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ്. 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ്. അള്ളാഹിൻ്റെ കിതാബിൽ 12 മാസങ്ങളാണുള്ളത് ഇല്ലേ. അതിൽ 4 പരിശുദ്ധ മാസമാണ്. അതിലേറ്റവും ശ്രേഷ്ഠം മുഹറം മാസമാണ്. ആ മുഹറത്തിൽ ഏറ്റവും ശ്രേഷ്ഠം ആദ്യത്തെ 10 ആദ്യത്തെ 10. ഈ ആദ്യത്തെ 10 2 മന്ത്രങ്ങൾ നിങ്ങൾക്ക് മനസ്സറിഞ്ഞ് ചൊല്ലാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ മുഴുവൻ പ്രശ്നങ്ങളും, കയ്യും കണക്കില്ലാത്ത പ്രശ്നങ്ങളെ പടച്ചോൻ തീർത്തരും. എന്താണെങ്കിലും, എന്ത് പ്രോബ്ലം ആണെങ്കിലും, മക്കളില്ലാത്തതാണോ, മക്കളെ കെട്ടിക്കണതാണോ, മക്കൾ നന്നാകാനാണോ, കടമാണോ, എന്തായിക്കോട്ടെ, ജീവിതത്തിൽ ശൈത്വാനീയത്താണോ, സിഹറാണോ, കണ്ണേറാണോ, ഗൾഫിൽ പെട്ടുപോയതാണോ, ജയിലിൽ പെട്ടതാണോ, എന്തായിക്കോട്ടെ അള്ളാഹ് മാറ്റിത്തരും. 2 സാധനം, ദിക്റുൻ നജാ, ആയത്തുൻ നജാ അല്ലേ. കാവലിൻ്റെ ദിക്ർ, കാവലിൻ്റെ ആയത്ത്. ഈ 2 സാധനം അങ്ങ് പഠിച്ചു വെച്ചിട്ട് ഞാൻ ഈ പറയുന്ന ബോധ്യത്തിൽ നിങ്ങളൊന്ന് ചൊല്ലിയാൽ അള്ളാഹ് നിങ്ങളെ ഏറ്റെടുക്കും. വേറെ ആരും നിങ്ങൾക്ക് വേണ്ട, പടച്ചോ നിങ്ങൾ ഏറ്റെടുക്കും. ഏതാണ് ആ കാവലിൻ്റെ ആയത്ത്? റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ളലംന അൻഫുസന, ഈ നഫ്സിനോട് ഞങ്ങൾ തെറ്റ് ചെയ്തു പോയി റബ്ബേ. എന്താ തെറ്റ്? നിന്നറിഞ്ഞില്ല എന്നുള്ളതാണ് ലോകത്തെ ഏറ്റവും വലിയ തെറ്റ്. ഫഇല്ലം തഗ്ഫിർ ലനാ വതർഹംന, നീ പുറത്ത്, നീ കരുണ ചെയ്തു തന്നിട്ടില്ല എങ്കിൽ ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഖാസിരീങ്ങളിൽ പെട്ടുപോകും, പരാജിതരിൽ പെട്ടുപോകും. ഡെയിലി ഒരു 33 തവണ ഇല്ല, തഹജ്ജുദ് കഴിഞ്ഞിട്ടോ, സുബ്ഹി കഴിഞ്ഞിട്ടോ, അല്ലെങ്കിൽ മഗ്രിബ് കഴിഞ്ഞിട്ടോ, ഏതെങ്കിലും ഒരു സമയത്ത് നമുക്കൊരുമിക്കണം. വൈകുന്നേരം 7:15 എല്ലാ തിരക്കും മാറ്റിവെച്ച് നമ്മുടെ മജ്ലിസിൽ ഒരുമിച്ച് അരമണിക്കൂർ, ഏറ്റവും ചുരുങ്ങിയ 1/2 മണിക്കൂർ നമുക്ക് അള്ളാഹുവിലേക്ക് കൈ ഉയർത്തണം. എല്ലാവരും വരണം കേട്ടോ. അപ്പോൾ 33 തവണ നമ്മൾ ഡെയിലി ഈ ഒരു ആയത്ത്, രക്ഷയുടെ കാവലിൻ്റെ ആയത്ത് ഞാൻ പതിവാക്കുമെന്ന ഉറച്ച ബോധ്യം നമുക്കുണ്ടാകണം. രണ്ടാമത്തത് ദിക്റുൻ നജാ അല്ലേ, രക്ഷയുടെ ദിക്റാണ്. അതേതാ? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഇതൊക്കെ നമുക്കറിയല്ലേ, നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചതാണ്. ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ ആരാധനക്കർഹനില്ല എന്ന് മാത്രമല്ല എനിക്കാരുമില്ല പടച്ചോനെ. സുബ്ഹാനക, നീയാണ് പരിശുദ്ധൻ, എനിക്കൊരു പരിശുദ്ധിയില്ല അല്ലാ. ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ഞാൻ അക്രമിയാണ് പടച്ചോനെ, ഞാൻ തെറ്റിയതവനാണല്ലാ, നീയാണ് വലിയവനല്ലാ. ലാ ഇലാഹ ഇല്ലാ അൻത. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, എൻ്റെ അടുത്തൊരു ദിക്റുണ്ട്, ഏത് കുടുക്കിൽപ്പെട്ട് നിൽക്കണ മനുഷ്യൻ ആ ദിക്റ് ചൊല്ലിയാലും പടച്ചോൻ അവിടെ താങ്ങിയെടുക്കും. ഏത് കുടുക്കിൽപ്പെട്ട് നിൽക്കുകയാണ് നിങ്ങൾ കടക്കണിയിൽപ്പെട്ടതാണോ, ലോൺ എടുത്തിട്ട് അറിയാണ്ട് പെട്ടുപോയതാണ് പടച്ചോനെ, തൗബയുടെ മനസ്സോടെ നിങ്ങൾ നിൽക്കുകയാണോ, ഏത് കുടുക്കിലാണ് നിങ്ങളുള്ളതെങ്കിലും നിങ്ങളെ അല്ലാഹു പൊക്കിയെടുക്കും. ഏതാണത്? കലിമത്തു അഖി യൂനുസ് മിൻ ബത്നിൽ ഹൂത്ത്. മത്സ്യത്തിൻ്റെ വയറ്റിനകത്ത് പെട്ടുപോയ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചൊല്ലിയ ദിക്ർ. അതാണ് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ചിലർ ചോദിക്കും, ഉസ്താദ് ലോൺ എടുത്തത് വീടാൻ ദിക്റോ? ഞാൻ പറഞ്ഞല്ലോ, ലോണ് നമ്മൾ പെട്ടുപോയതാണ്, പടച്ചവനോട് തൗബ ചെയ്യാലോ. അല്ലാഹ് കാരുണ്യവാനല്ലേ, അല്ലാഹ് കാരുണ്യവാനല്ലേ. പടച്ചോനെ
ഇത് മനഃപൂർവ്വം എല്ലാ തോന്നിയാസം കാണിച്ചു വെച്ചിട്ട് വെറുതെ പഠിച്ചോനെ അസ്തഗ്ഫിറുല്ലാഹ് അതിനെക്കുറിച്ചല്ല ഞാൻ ഈ പറയണത്. മനസ്സറിഞ്ഞ് തൗബ ചെയ്തിട്ടല്ല വീട്ടാനൊരു വഴിയില്ല റബ്ബേ, ലാ ഇലാഹ ഇല്ല അൻത, നീയല്ലാതെ ആരുമില്ല, ഇന്നി കുൻതു മിനൽ ളാലിമീൻ. തെറ്റ് ചെയ്തു പോയി പഠിച്ചോനെ, ഞാൻ ലോൺ എടുത്തു പോയി ഞാൻ ലോൺ എടുത്തു പോയി, നിൻ്റെ മുമ്പിൽ പറയണേന് എനിക്കെന്താ റബ്ബേ, സുബ്ഹാനക്ക് നീയാണ് പരിശുദ്ധൻ, എനിക്കൊരു പരിശുദ്ധി ഇല്ലാത്തവനാ ഞാൻ ലോൺ എടുത്തു പോയി, തെറ്റ് ചെയ്തു പോയി, എൻ്റെ കടമൊക്കെ നീ വീട്ടിൽ തരണേ പഠിച്ചോനെ. നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ ലോണല്ല വീട്ടിൽ തരും, ഈ മുഹറം മാസത്തിൻ്റെ ബർക്കത്തുണ്ടല്ല വീട്ടിൽ തരും. ഞാൻ ലോൺ എടുക്കൂല, ഞാൻ പലിശമ കയറൂലല്ല, ഉറപ്പിച്ച് തൗബ ചെയ്തോ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ദുൽഹജ്ജ് 1 യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മത്സ്യം വിഴുങ്ങണത്. മുഹറം 10 അന്നാണ് പുറത്തു വരണത്. 40 ദിവസം അല്ലേ? അതുകൊണ്ട് തന്നെ ഈ ദിക്റിൻ്റെ കണക്ക് 40 തഹജ്ജുദിന് ശേഷമോ സുബഹിക്ക് ശേഷമോ അല്ലെങ്കിൽ മഗ്‌രിബിന് ശേഷം അപ്പം ആയിക്കോട്ടെ, ഒരു 40 ഡെയിലി അള്ളാഹു നിങ്ങളുടെ കാര്യങ്ങൾ ഏറ്റെടുക്കും. ഒരുപാട് പ്രവാചകന്മാരെ പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു മോചിപ്പിച്ചത് മുഹറം 10 അല്ലേ? ഒരു നബിയുൻ നജയുണ്ട്, അതായത് രക്ഷയുടെ ഒരു പ്രവാചകൻ തന്നെയുണ്ട്. അതാരാ? അത് മൂസാ നബി അലൈഹിസ്സലാം. ആ മൂസാ നബിയെ ഫിർഔന്റെ കയ്യിൽ നിന്ന് അള്ളാഹു മോചിപ്പിച്ചത് ഇതേ മുഹറം 10 അപ്പം അതുകൊണ്ട് തന്നെ പൂർവികരായ മഹാന്മാരൊക്കെ മുഹറം 1 മുതൽ 10 വരെ പ്രത്യേകം നോമ്പെടുക്കും. ചിലരൊക്കെ നേർച്ചയാക്കി നോമ്പ് പിടിക്കും. അപ്പോൾ അങ്ങനെ നേർച്ചയാക്കി പിടിക്കുമ്പോൾ അല്ലെങ്കിൽ ആ 1 മുതൽ 10 വരെ നോമ്പ് പിടിക്കുമ്പോൾ ഈ ദിക്ർ ആയത്തുൻ നജയും ദിക്റുൻ നജയും ഇങ്ങനെ ഒരുമിച്ച് അവർ ചൊല്ലും. ഇതിങ്ങനെ ചൊല്ലിക്കഴിയുമ്പോൾ അവർ ആ 10 ദിവസം നോമ്പ് പിടിക്കുമ്പോഴേക്ക് അവരുടെ എല്ലാ സങ്കടങ്ങളും അല്ലാഹു തീർത്തു കൊടുത്തിട്ടുണ്ടാവും. മക്കളില്ല, പരിഹാരം കിട്ടും. കടം പരിഹാരം കിട്ടും. മാരകരോഗം, എത്ര വലിയ മാരകരോഗം, എത്ര വലിയ ടെൻഷൻ, ഏറ്റവും വലിയ ടെൻഷൻ എന്താണ് നമ്മുടെ മനസ്സിൽ? എല്ലാ സംഗതികളിലും നമുക്കിങ്ങനെ ടെൻഷൻ. ആ ടെൻഷൻ മാറാനുള്ള ഒറ്റ സംഗതി എന്താ? എൻ്റെ റബ്ബ് എൻ്റെ കൂടെ ഉണ്ട്, ഞാൻ എൻ്റെ റബ്ബിൻ്റെ അടിമയാണെന്നുള്ള തിരിച്ചറിവാണ്. ആ തിരിച്ചറിവ് കിട്ടാൻ ഈ മുഹറം 1 മുതൽ 10 വരെയുള്ള നോമ്പ് പിടിച്ചിട്ട് ഈ ദിക്റുകളൊക്കെ ഒന്ന് ചൊല്ലി ചങ്ങാതിമാരെ, അള്ളാഹു നിങ്ങളുടെ ലൈഫ് സെറ്റാക്കി തരും. യൂനുസ് നബിയുടെ ചരിത്രമൊന്നും പറയാതെ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ, പലയാവർത്തി നമ്മൾ പറഞ്ഞതാണ് അല്ലേ? നീനവ എന്ന് പറയുന്ന നാട്ടിലേക്കാണ് യൂനുസ് നബി അള്ളാഹു പ്രബോധനത്തിന് നിശ്ചയിച്ചത്. ഒരുപാട് പ്രബോധനം നടത്തിയിട്ടും ഒറ്റ കുഞ്ഞു പോലും ഇസ്ലാമിലേക്ക് വന്നില്ല അല്ലേ? അപ്പോൾ യൂനുസ് നബിക്ക് സങ്കടമായപ്പോൾ ആ നാട്ടിൽ നിന്ന് യൂനുസ് നബി പോകാൻ തീരുമാനിച്ചു. ഈ പ്രവാചകന്മാർക്കൊരു കുഴപ്പമുണ്ട്, സംഗതി അവർ ചെയ്തത് നല്ലതാണെങ്കിലും അള്ളാൻ്റെ അനുവാദത്തോടു കൂടെയേ അവിടുന്ന് പോകാൻ പറ്റുള്ളൂ. പടച്ചോനോട് അനുവാദം ചോദിക്കാതെ ഈ കാഫിര്യങ്ങളുടെ ഇടയിൽ ഞാനില്ല എന്നും പറഞ്ഞുകൊണ്ട് യൂനുസ് നബി അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ തുറമുഖത്തെത്തിയപ്പോൾ കപ്പലുണ്ട്, കപ്പലിൽ കയറി, കപ്പൽ പുറപ്പെട്ടു. നടുക്കടലിലെത്തിയപ്പോൾ ശക്തമായ കാറ്റും കോളും, ഭയങ്കര കാറ്റും കോളും. കപ്പലിപ്പം മുങ്ങും എന്നുള്ള ഘട്ടം വന്നപ്പോൾ ആളുകൾ പറഞ്ഞു, ഏതോ ഒരു ശകുനം പിടിച്ചോൻ നമ്മുടെ കപ്പലിലുണ്ട്, നമുക്ക് നറുക്കടാം, അതിൽ പേര് കിട്ടുന്നത് ആരാണോ അവനെടുത്ത് പുറത്തേക്കറിയാം, അപ്പം നമ്മൾ രക്ഷപ്പെടും. നറുക്കിട്ടു, 1, 2, 3 തവണയും നറുക്കിട്ടു. ആരുടെ പേരാ വീണത്? നബിയുല്ലാഹി യൂനുസ് അലൈഹിസ്സലാം. യൂനുസ് നബി പറയുന്നുണ്ട്, ഞാൻ അള്ളാൻ്റെ പ്രവാചകനാണ് എന്ന് പറയുമ്പോൾ ആളുകൾ 2ാമത് നറുക്കിട്ടു, പിന്നെ 3ാമത് ഇട്ടു, അപ്പോഴൊക്കെ വീണു യൂനുസ് നബിയുടെ പേര്. ആ കപ്പലിൽ നിന്ന് പുറത്തേക്ക് ആ മനുഷ്യനെ വലിച്ചെറിയുമ്പോഴേക്ക് കറക്റ്റ് എറിയലും അള്ളാഹു ഒരു മത്സ്യത്തിന് ആജ്ഞ കൊടുക്കാൻ. എംബർ വെയിൽ എന്ന് പറയുന്ന ഒരു മത്സ്യമാണ്, തിമിംഗലമാണ് എന്നൊക്കെ മാത്തുക്കൾ പറയുന്നുണ്ട്, എംബർ വെയിൽ. അപ്പോൾ ഏതായാലും ആ മത്സ്യം വന്ന് യൂനുസ് നബി അങ്ങ് വിഴുങ്ങുകയാണ്. സുബ്ഹാന, നിങ്ങൾ ചിന്തിച്ചു, ആഴക്കടലിൽ വീണൊരു മനുഷ്യൻ രക്ഷപ്പെടുമോ? ഇത് ആഴക്കടലിൽ ഒരു മത്സ്യത്തിൻ്റെ അകത്തും കൂടെയാണ് പെട്ടുപോയത്. അവിടെ ഇരുന്നിട്ട് എന്നെ പൊക്കണേ എന്നല്ല അത് വരുന്നത്. നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക് ഇന്നി കുൻതു മിനൽ ളാലിമീൻ. മലക്കുകൾ ഇങ്ങനെ കേൾക്കുകയാണ് ആകാശലോകത്തുനിന്ന്, പടച്ചോനെ ഒരു ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ, അതെൻ്റെ അടിമയായ യൂനുസാണ്. ഈ ദിക്റെങ്ങാനും യൂനുസ് നബി ചൊല്ലിയില്ലായിരുന്നെങ്കിൽ ഖിയാമത്ത് വരെ മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നേനെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അപ്പോൾ ഖിയാമത്ത് വരെ കിടക്കേണ്ടിരുന്ന ആ കുടുക്കിൽ നിന്ന് അല്ലാഹു മോചിപ്പിച്ചത് ഈ ദിക്ർ കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, അത്ര വലിയ കുടുക്കിലും നമ്മൾ പെട്ടിട്ടില്ലല്ലോ അല്ലേ? ഈ ദിക്ർ കൊണ്ട് മോചിപ്പിക്കപ്പെടാത്ത ഒരു കുടുക്കൂല. അപ്പം നമ്മളെ അള്ളാഹു കൈപിടിക്കും, ഉറപ്പാണ്. ആ ബോധ്യത്തിൽ ഈ 2 ദിക്റുകൾ നമ്മൾ ചൊല്ലണം. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ഇന്ന് മുതൽ പതിവാക്കൂലേ? ഉറപ്പായും പതിവാക്കണം ഈ 2 പ്രാർത്ഥനകൾ, റബ്ബനാ ളലംനയും ലാ ഇലാഹ ഇല്ല അൻതയും ചൊല്ലാൻ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. വീണ്ടും പറയാണ്, ആ റിലീഫ് പദ്ധതിയുടെ കാര്യം, പാവപ്പെട്ടൊരു ഉസ്താദിൻ്റെ കാര്യം നമ്മൾ ഏറ്റെടുത്തതാണ്. ദുൽഹജ്ജിലും വലിയ തുകയൊന്നും ആയിട്ടില്ല, മുഹറം 10 ആകുമ്പോഴേക്ക് നല്ലൊരു തുക നമുക്ക് കൊടുക്കണം. മനസ്സറിഞ്ഞ് ഹദിയ ചെയ്യുക. 2 നമ്പറുണ്ട്, നമ്പറിൽ പോകുന്നില്ലെങ്കിൽ ഇപ്പുറത്തൊരു QR കോഡുണ്ട്, അത് സ്കാൻ ചെയ്തിട്ടായാലും നിങ്ങൾക്ക് ഹദിയ ചെയ്യാവുന്നതാണ്. അല്ലാഹു അദ്ദേഹത്തിൻ്റെയും നമ്മുടെയൊക്കെ പ്രയാസങ്ങൾ നീക്കി തരുമാറാകട്ടെ.
ആകട്ടെ. അപ്പോൾ 7:15 കൃത്യം മജ്ലിസിൽ എന്തൊക്കെ തിരക്കണ്ടോ അതൊക്കെ മാറ്റിവെച്ച് പങ്കെടുക്കണം കേട്ടോ. ഇന്നലെ പങ്കെടുത്തവരും പങ്കെടുക്കാത്തവരും ഉണ്ടെങ്കിലും ഇന്നലത്തെ മജ്ലിസിനെ കുറിച്ച് ഒരുപാട് അഭിപ്രായങ്ങൾ വന്നു. അതായത് നമ്മൾ പല മജ്ലിസുകളും നമ്മൾ പങ്കെടുക്കും, ഒരുപാട് ആളുകൾ കുറേ ഇങ്ങനെ ദിക്റ് ചൊല്ലിക്കും. അങ്ങനെ ദിക്റ് ചൊല്ലുന്നതിൽ കാര്യമില്ല. നമ്മുടെ ഉസ്താദ് പറഞ്ഞു അങ്ങനെ ദിക്റ് ചൊല്ലുന്നതിൽ കാര്യമില്ല. ഏതുപോലെയാണത്? ബിരിയാണി 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 എന്ന് പറയുന്നത് പോലെയാണ്. ബിരിയാണിയുടെ രുചി കിട്ടൂല. അപ്പോൾ അന്ന് മുതൽ ഞാൻ മനസ്സിലാക്കിയൊരു സംഗതിയുണ്ട്, ദിക്റ് ചൊല്ലിപ്പിക്കുമ്പോൾ ആ ദിക്റിൻ്റെ ആഴം എന്താണ്, അന്തസത്ത എന്താണ്, അതിലൊളിഞ്ഞിരിക്കുന്ന രഹസ്യം എന്താണ്, അത് പറഞ്ഞിട്ട് ദിക്റ് കുറച്ച് ചൊല്ലിയാൽ മതി, ഒരെണ്ണം ചൊല്ലിയാൽ മതി. ആ സംഗതി ഇൽമ് കിട്ടിയിട്ട് ഒരെണ്ണം ചൊല്ലിയാൽ മതി. മറ്റേ ദിക്റ് വേറെ മജ്ലിസിൽ പോയിരുന്ന് 1 കോടി ദിക്റ് ചൊല്ലുന്നതിനേക്കാൾ പ്രതിഫലം ഇതിനാണ്. മനസ്സിലായോ? നമുക്ക് അള്ളാനെയല്ലേ കിട്ടേണ്ടത്. അപ്പോൾ ഇന്നലെ ആ ബോധ്യത്തിൽ ദിക്റിൽ പങ്കെടുത്ത പലരുടെയും കമൻറ്റ് കണ്ടു. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ ഈ പകലിൽ കഴിയുന്നത് പോലെ ആ ദിക്റുകളൊക്കെ ഒന്ന് ചൊല്ലുക. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. അപ്പോൾ 5000 രൂപ സമ്മാനമായി ലഭിക്കാൻ ഇന്നലത്തെ ചോദ്യം തരുന്നു. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ നാമം പരിശുദ്ധ ഖുർആനിൽ എത്ര തവണ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലേ? 25 തവണയാണ്. എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഇന്നത്തെ സിമ്പിളായൊരു ചോദ്യം, മഹാനായ ആദം നബി അലൈഹിസ്സലാമിൻ്റെ 2 ആൺമക്കളുടെ പേരെന്താണ്? എല്ലാവർക്കും അറിയാം എന്ന് തോന്നുന്നു അല്ലേ? ആദം നബിയുടെ 2 മക്കളുടെ പേരെന്താണ്? കമൻറ്റ് ചെയ്യുക. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അർഹമുറാഹിമായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ. 1 വർഷം കൂടെ ഞങ്ങളിൽ നിന്ന് കൊഴിഞ്ഞുപോയി, ഞങ്ങളുടെ ആയുസ്സിൽ നിന്നൊരു പകുതിയും പോയി. പടച്ചോനെ, ഖൈറായ പുതുവർഷം നൽകണയല്ല. കഴിഞ്ഞുപോയ വർഷം നീ സ്വീകരിക്കണയല്ല. പാപങ്ങളെല്ലാം പൊറുക്കണയല്ല. തെറ്റുകൾക്ക് മാപ്പ് ചെയ്ത് തരണയല്ല. നിന്നോടല്ലാതെ ആരോട് പറയാനാണ് റബ്ബേ? നീ കൈവെടിഞ്ഞാൽ പോകാനൊരിടമില്ല അല്ലാ. നീ ഞങ്ങൾക്ക് പുറത്തു തരണയല്ല. ഈ റിലീഫ് പദ്ധതിയിലേക്ക് കയ്യിലില്ലാതിരുന്നിട്ട് പോലും ഹദിയ ചെയ്തവരുണ്ട്. അവരുടെ കണ്ണുനീർ നീ തുടയ്ക്കണയല്ല. ഒരുപാട് സംഗതികൾ, ഒരുപാട് സങ്കടങ്ങൾ ഞങ്ങളുടെ മനസ്സിലുണ്ട്. രക്ഷയുടെ, ദിക്റിൻ്റെ, ദുആഇൻ്റെ, ആയത്തിൻ്റെ ബറക്കത്ത് കൊണ്ട്, ഹബീബായ തങ്ങളുടെ മദത് കൊണ്ട് എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മോചനം തരണയല്ല. മക്കളെ നന്നാക്കണയല്ല. ബാപ്പാൻ്റെയും ഉമ്മാൻ്റെയും നേരെ കയർത്ത് സംസാരിക്കുന്ന മക്കളാക്കല്ലയല്ല. ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും തരണയല്ല. ഐക്യം തരണയല്ല. പടച്ചോനെ, ഞങ്ങളുടെ പൊന്നുമക്കളെ നിമിത്തം നാണം കെടുന്നൊരവസ്ഥ തരല്ലേ അല്ല. കണ്ടവരുടെ കൂടെ ഒളിച്ചോടിപ്പോകുന്ന മക്കളാക്കല്ലേ അല്ല. യാ റബ്ബന, മക്കളില്ലാതെ വേദനിക്കുന്നവരുണ്ട്. കണ്ണുനീർ തുടയ്ക്കണേ. സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നീ നൽകണേ അല്ല. കണ്ണേറുകൾ, സിഹറുകൾ, ശൈത്വാനിയത്തെല്ലാം നീ ബാത്തുലാക്കണേ അല്ല. കരുണക്കടലായ കരുണാവാരിതിയായ തമ്പുരാനെ, ഞങ്ങളുടെ കുടുംബങ്ങൾ സന്തോഷത്തിൻ്റെ കേന്ദ്രങ്ങളാക്കണയല്ല. മനോഹരമായ പുതുവർഷം തരണയല്ല. ആരോഗ്യം തരണയല്ല. ഒരുപാട് അസുഖബാധിതർ ഞങ്ങളിലുണ്ട്. പരിപൂർണ ശിഫാ നൽകണയല്ല. ഹോസ്പിറ്റലുകളിൽ കഴിയുന്നവരുണ്ട്. പരിപൂർണ സൗഖ്യം നൽകണയല്ല. പടച്ചോനെ, ഞങ്ങളുടെ വീടുകളിൽ നീ എല്ലാവിധ ബറക്കത്തും നൽകണയല്ല. ഖൈറ് നൽകണയല്ല. പിശാചുക്കളെ നീ വിരട്ടണയല്ല. യാ റബ്ബന, കടക്കണിയിൽ പെട്ടവരുണ്ട്. മോചനം നൽകണയല്ല. തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണയല്ല. ജോലിയില്ലാത്തവർക്ക് ഖൈറായ തൊഴിൽ നൽകണയല്ല. പ്രവാസികളുണ്ട്, ബറക്കത്ത് ചെയ്യണയല്ല. പടച്ചവനെ, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ധാരാളം ആളുകൾ, എന്തെല്ലാം ദുആ വസിയ്യത്താണെന്ന് നിനക്കറിയാമല്ലോ റബ്ബേ. എന്താണെങ്കിലും ഹാസിലാക്കണയല്ല. കരുണക്കടലായ തമ്പുരാനെ, വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യരായ ഇണകളെ കൊടുക്കണയല്ല. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല. വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം നൽകണയല്ല. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഇണകൾ, സന്താനങ്ങൾ, സഹോദരങ്ങൾ, ഖബറിടം നീ വെളിച്ചമാക്കണയല്ല. പുറത്തു കൊടുക്കണയല്ല. ഞങ്ങളാരെയും നീ പെട്ടെന്ന് മരിപ്പിക്കല്ലയല്ല. പരിശുദ്ധ ഭൂമിയിൽ വന്ന് ഹജ്ജും ഉംറയും സിയാറയും മഖ്ബൂലും മബ്റൂറും മർളിയുമായി ചെയ്യാതെ ഞങ്ങളെ റൂഹ് നീ പിടിക്കല്ലയല്ല. ഞങ്ങളെ കുഞ്ഞുങ്ങളെ യത്തീമാക്കല്ലയല്ല. ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ പൊന്നുമക്കളുടെ മയ്യത്ത് കാണേണ്ട ഒരവസ്ഥ തന്ന് പരീക്ഷിക്കല്ലയല്ല.
പടച്ചോനെ ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിന്റെ കാരുണ്യത്തിൽ ഒരുമിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങൾ ഒരുപാട് കുടുക്കുകളിൽ പെട്ട് കിടക്കുന്നവരാണ്. പടച്ചോനെ രക്ഷയുടെ ദിക്റിന്റെ ബറക്കത്തുകൊണ്ട് നീ ഞങ്ങളെ പൊക്കണയല്ല, നീ ഞങ്ങളെ ഉയർത്തണയല്ല. നീയല്ലാതെ ഞങ്ങൾക്കൊരു തുണയില്ല അല്ല. നിന്റെ ഔലിയാഇന്റെ മദദ് കൊണ്ട് ഹബീബായ തങ്ങളുടെ നുസ്റ കൊണ്ട് നീ ഞങ്ങളെ ചേർത്ത് പിടിക്കണേ അല്ലാ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.